ഓരോ മലനിരയും പ്രകൃതിദത്തമായ ഒരു ജലസംഭരണി കൂടിയാണ്. ലക്ഷക്കണക്കിന് ജലമാണ് അതിനുള്ളിൽ സംഭരിക്കപ്പെടുന്നത്. ധാരാളം മഴ ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ പിന്നെ പറയാനുമില്ല. ഓരോ മലയിലും അതിൻ്റെ പുറം പൊത്തിയായ കാടുകൾ, ചുറ്റുമുള്ള മണൽ, വൃക്ഷങ്ങൾ ഒക്കെയും ജലത്തെ കാക്കുന്ന സംരക്ഷണ പാളിയായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ മനുഷ്യനോ അവൻ്റെ അതിജീവനത്തിനും ഉപജീവനത്തിനു വേണ്ടി കാട് കയ്യേറുകയും പിന്നീട് മരങ്ങൾ വെട്ടുകയും അതും കഴിഞ്ഞ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ജലത്തിന് കാവലാണെന്നപ്പോൾ നിൽക്കുന്ന പുറം ഭിത്തിക്ക് ബലക്ഷയമുണ്ടാകുന്നത്. അതൊരു പരിധിയിൽ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ അളവിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സമയത്ത് ലക്ഷക്കണക്കിന് ജലം സംഭരിച്ച് വെച്ചിരിക്കുന്ന മലയുടെ പുറം ഭിത്തി എവിടെയെങ്കിലും ദുർബലമായിട്ടുണ്ടാവും. ആ ഒരു ഭാഗം ആദ്യം പൊട്ടുകയും ടൺ കണക്കിന് ഭാരമുള്ള വലിയ പാറകൾ ജലത്തോടൊപ്പം പുറത്തേക്ക് കുത്തി ഒലിച്ചു വരികയാണ് ചെയ്യുന്നത്. അത് പുറത്തേക്ക് ഒഴുകുന്ന വഴിയിൽ എന്താണോ ഉള്ളത് സകലതിനെയും തകർത്തുകൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോകുന്നത്. നിശ്ചിതമായിട്ടുള്ള ഒരു വഴിയോ ഒന്നുമില്ല. അത് പോകുന്ന നേരെ താഴേക്കാണ്. ലക്ഷ്യം നോക്കി അത് പോകുമ്പോൾ ഏത് വഴി വേണമെങ്കിലും അതിന് പോകാം. ഇങ്ങനെയൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ വയനാട് ചൂരൽമലയിൽ സംഭവിച്ചിട്ടുള്ളത്. വയനാട് ചൂരൽമല പ്രകൃതിലോല പ്രദേശമല്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു വാദവുമായിട്ട് ചിലർ വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള സ്ഥലം പരിസ്ഥിതി ലോല പ്രദേശം തന്നെയായിരുന്നു. അവിടെ ഉരുൾപൊട്ടലുണ്ടായാൽ കുത്തി ഒഴുകി വരുന്ന ജലവും അതോടൊപ്പം വരുന്ന കൂറ്റൻ പാറക്കല്ലുകളും നേരെ വരുന്നത് കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ള ചൂരൽമലയിലേക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇതിനെ ചുറ്റിപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ഇവിടെയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന വ്യക്തിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് 2010 കേന്ദ്ര പരിസ്ഥിതി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലുള്ള പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി വനവിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണിത്. 2011 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. 8 മാസമാണ് റിപ്പോർട്ട് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ചെലവിട്ടത്. എന്നിട്ടും പൊതുചർച്ചയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വികസന വിരോധി എന്നിവരെ മുദ്ര കുത്തപ്പെട്ടു. ആദിവാസികളെയും സാധാരണക്കാരെയും ഒക്കെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ വേണ്ടിയിട്ട് അവതരിച്ചൊരു ദുഷിച്ച സ്വാധീനം എന്നിവരെ വിമർശിക്കപ്പെട്ടു. ജാഥകളും പ്രതിഷേധങ്ങളും ഒക്കെ കനത്തു. അദ്ദേഹത്തിൻ്റെ കോലങ്ങൾ പോലും കത്തിച്ചു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിച്ചു. ഈ സമയത്തും അദ്ദേഹം നിശബ്ദനായി തന്നെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂനെയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഗവേഷണം നടത്തുകയായിരുന്നു ഈ ടൈം കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. 2018 പ്രളയം അദ്ദേഹം പറയുന്നത് ശരിവെച്ചപ്പോൾ കുറച്ചു പേരെങ്കിലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാൻ തയ്യാറായി. ഗാഡ്ഗിൽ എഴുതി വെച്ചത് പൂർണ്ണമായി വായിക്കാനും അത് ശ്രമിച്ചു. 2019 വീണ്ടും വെള്ളപ്പൊക്കമുണ്ടായി. വയനാട്ടിലും മലപ്പുറത്തും ഉൾപ്പെടെ മണ്ണിടിച്ചിലുണ്ടായി. അപ്പോഴേക്കും കുറേയധികം പേര് അദ്ദേഹത്തിലേക്ക് തന്നെ തിരിയുകയുണ്ടായിരുന്നത്. അദ്ദേഹം അപ്പോഴും പറഞ്ഞ് തൻ്റെ പുസ്തകം പൂർണ്ണമായി വായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലുണ്ട് പറയുന്നത് പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ ടൈമിലും ഊന്നി പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യമാണ്, പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മാത്രം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇന്നിവിടെ സത്യമായി കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ദുരന്തങ്ങളിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതി തന്നെ നമുക്ക് നൽകുന്ന വിപത്തുകൾ. അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വെറുതെയാണ്. ശുദ്ധ അസംബന്ധം തന്നെയാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ വിചാരിക്കും നമുക്കിതൊക്കെ നേരിടാൻ വേണ്ടി കഴിയുന്നുള്ളത്. കുറച്ച് ടൈമിൽ നമുക്കത് നേരിടാൻ വേണ്ടി പറ്റും. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാലോ ആവില്ല. വെട്ടിമുടിയിലും അമ്പൂരിയിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ചൂരൽമലയിലും നമുക്ക് ദുരന്തങ്ങൾ കാണിച്ചു തന്നു. ഇനിയും നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? പ്രകൃതിയെ ചൂഷണം ചെയ്താൽ തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ തന്നെ ചെയ്യുക എന്നുള്ളത് പ്രകൃതി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓരോ മനുഷ്യരെ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നു. തൻ്റെ ഉറ്റവരെയും ഉടയവരെയും കാണാനില്ല, കൂടപ്പിറപ്പിനെ കാണാനില്ല, മുന്നിൽ നിന്ന് ഒലിച്ചു പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ പ്രകൃതി നമുക്ക് തന്നതിന് പ്രകൃതിയെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് നമ്മളാണ് കോട്ടം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചടി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇനിയും നമ്മൾ ഈ ഒരു ചെയ്തി നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയത് നമുക്ക് സംഭവിക്കും. അങ്ങനെയൊരു സംഭവം ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ രാജ്യത്തോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നടപടികൾ കൈകൊണ്ടേ മതിയാവൂ. വികസനത്തിൻ്റെ ഭാഗമായി നമ്മൾ പലതും ചെയ്യുന്നു. മരങ്ങൾ വെട്ടുന്നു, മലകളൊക്കെ നടുവേ അങ്ങ്
പിളർന്നു കൊണ്ടുപോയിട്ടാണ് റോഡുകളൊക്കെ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് മണ്ണിടിച്ചിലിൻ്റെ ഒരു വലിയൊരു കാരണം തന്നെ. അതുപോലെ മരങ്ങൾ വെട്ടുന്നു. കംപ്ലീറ്റ് നിരപ്പാക്കുമ്പോൾ നമ്മുടെ ഭൂമിക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെയാണ് കോട്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഉലച്ചിൽ സംഭവിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ മനുഷ്യരുണ്ടായിട്ടല്ലേ വികസനമൊക്കെ വരുന്നത്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ വിപത്തുകൾ നമുക്ക് നേരിടേണ്ടി വരും. ഇനി അങ്ങനെയുള്ളൊരു വിപത്ത് താങ്ങാനുള്ള ശേഷി കൂടി നമ്മുടെ മനുഷ്യ സമൂഹത്തിന് ഉണ്ടാകുമെന്ന് തോന്നുന്നേയില്ല. ഇന്ന് വയനാട് സംഭവിച്ച ദുരന്തത്തിൽ നമ്മളെല്ലാവരും സഹായഹസ്തം നീട്ടുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഒരു ജന്മം മുഴുവനും അല്ലെങ്കിൽ ഈ കണ്ട കാലം അത്രയും ചെയ്തു കൂട്ടിയ സ്വന്തം സ്വത്ത്, ജീവൻ, അതുപോലെ ജീവനിൽ സ്നേഹിക്കുന്ന പലരും നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന നിലയിലാണ് ഇപ്പം എല്ലാവരും കഴിയുന്നത്. ഒരു ജന്മം കൊണ്ട് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ നേടിയെടുത്തിട്ട് അത് മുഴുവൻ കൺമുന്നിൽ നൊലിച്ചു പോകുമ്പോൾ അത് കണ്ടു നിൽക്കേണ്ടി വരുന്നൊരു മനുഷ്യൻ്റെ അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ അവരുള്ളത്. ഓരോരുത്തരും പറയുന്നുണ്ട് എന്തിന് നമുക്ക് ഈ ജീവിതം തന്നോ, എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്ത് നിർത്തുക. ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇന്ന് ഉറങ്ങിക്കിടന്നവരെ നാളെ കാണുമെന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു നാട് മുഴുവനുമാണ് ഇപ്പോൾ ഒലിച്ചു പോയിട്ടുള്ളത്. ആ ഒരു സാഹചര്യം നമുക്കിടയിലും സംഭവിക്കാം. ഇനിയെങ്കിലും ഇതിന് തടയിട്ടേ മതിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊണ്ടുവന്നേ മതിയാവൂ. ഇനിയും നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത പ്രകൃതി ഇതിനേക്കാളും വലിയൊരു വിപത്ത് തന്നെയായിരിക്കും നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ സഹജമായ ഒന്നിനെ കൊണ്ടുമാവില്ല.